തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും അതിനെ തുടർന്നുള്ള കണക്കുകളും ചില വെല്ലുവിളികളും വാക്ക് തർക്കങ്ങളുമൊക്കെ നവമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നടത്തിയ വലിയ മുന്നേറ്റത്തെ അഭിനന്ദിക്കുകയാണ്. ജയിച്ചു കയറിയ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. പിന്നെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇടതുപക്ഷം ഇല്ലാതായി അങ്ങൊലിച്ചുപോയി എന്ന് സ്വപ്നം കാണുന്നവരോട് ചെറിയൊരു കണക്ക് പറയാം. നിങ്ങൾ ഇപ്പോൾ ആഘോഷിക്കുന്ന UDFൻ്റെ ഈ വിജയം ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമല്ല. ഇതിനേക്കാൾ വലിയ വിജയം 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നേടിയിട്ടുണ്ട്. ഒരുപക്ഷെ UDFൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ വിജയം 2010 അന്ന് ഇതിനേക്കാൾ വലിയ തോൽവി ഇടതുപക്ഷം ഏറ്റുവാങ്ങിയതാണ്. എന്നാൽ ഒരു വർഷങ്ങൾക്കിപ്പുറം 2011 നടന്ന തെരഞ്ഞെടുപ്പിൽ കേവലം 2 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് അന്ന് UDF അധികാരം പിടിച്ചത്. അന്ന് ഇടതുപക്ഷം തിരിച്ചു വന്ന ഒരു പോരാട്ട വീര്യമുണ്ട്. അത് ഇനിയും തുടരും. ഇപ്പോൾ സംഭവിച്ച ചെറിയ ക്ഷീണം ഞങ്ങൾക്ക് മാറ്റാൻ വലിയ പ്രയാസമില്ല. ഈ ഫലവും വെച്ച് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് അങ്ങ് തൂക്കിക്കളയാം, ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാം എന്ന് സ്വപ്നം കാണുന്നവരോടാണ്. 3ാം തവണയും ഇടതുപക്ഷം അധികാരത്തിൽ വരും. ഈ പ്രബുദ്ധ ജനത ഇടതുപക്ഷത്തെ അധികാരത്തിലേറ്റും, ഒരു സംശയവും വേണ്ട. തോറ്റുപോയിട്ട് തോൽവിയിൽ ഞങ്ങളങ്ങ് ഇല്ലാതായിപ്പോയി, ഞങ്ങൾ ഒലിച്ചുപോയി എന്ന് കരുതുന്നവരോടാണ്. തോറ്റുപോയിരുന്നെങ്കിൽ, തോൽവിയിൽ ഇല്ലാതാകുമായിരുന്നെങ്കിൽ എന്നേ ഞങ്ങൾ ഇല്ലാതാകുമായിരുന്നു. ഈ പ്രസ്ഥാനം തോൽവിയിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് സാധാരണക്കാരായ ജനങ്ങളെ ചേർത്ത് പിടിച്ച് സമര പോരാട്ടങ്ങളിലൂടെ ഉയർന്നു വന്നതാണെങ്കിൽ ഇതും ഒരു സമരമാണ് ഞങ്ങൾക്ക്. ഈ സമരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് ഞങ്ങൾ വരും പൂർവാധികം ശക്തിയോടെ. അടുത്ത തിരഞ്ഞെടുപ്പിൽ തന്നെ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിലെത്തും എന്ന് ഒരു തർക്കവും വേണ്ട. പിന്നെ കുറച്ച് BJPക്കാരോടാണ്. BJP തലസ്ഥാന നഗരിയിൽ കോർപ്പറേഷൻ ഭരിക്കാൻ പോകുന്നു എന്ന്. ഈ തലസ്ഥാനം BJP തീരുമാനിക്കും എന്ന് പറയുന്നവരോടാണ്. സാക്ഷാൽ നരേന്ദ്രമോദി രാജ്യം ഭരിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷം കഴിഞ്ഞില്ലേ? ഇന്നും ഇടതുപക്ഷം കേരളത്തിൽ തലയുയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ, അധികാരത്തിൽ ഇന്നും ഇടതുപക്ഷമുണ്ടെങ്കിൽ, ഇനിയും ഇടതുപക്ഷം തന്നെ കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കും. അപ്പോൾ ഇടതുപക്ഷം അങ്ങ് ഒലിച്ചുപോയി എന്ന് സ്വപ്നം കാണുന്നവരോടാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം. ഇടതുപക്ഷം എല്ലാ കുറവുകളും പരിഹരിച്ച്, എല്ലാ തെറ്റുകളും തിരുത്തി പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും. ഇത് ഇടതുപക്ഷത്തിൻ്റെ ഉറപ്പാണ്.